ഹലോ, മീൻ പെടക്കണ പെട കണ്ട മഴ തുടങ്ങിയുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ തോട്ടിലും പുഴയിലൊക്കെ നല്ലപോലെ മീനായിട്ടുണ്ട്. അപ്പം മീൻ നമുക്ക് ജീവനോടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ജോസഫേട്ടൻ കൊണ്ടുവന്ന് മീൻ തന്നിട്ട് പോയിട്ടുണ്ട്. ആദ്യം കാണിച്ചത്ര മീനൊന്നും നമുക്ക് കിട്ടിയതല്ല, അത് ആ ചേട്ടൻ പിടിച്ചുകൊണ്ടുവന്ന മീനാണ് കേട്ടോ. പിന്നെ നമുക്കൊരു 3 മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരെണ്ണം ഒക്കെ ഒരു കൂട്ടുകാരന് കൊടുത്തിട്ട് ബാക്കി 2 മീൻ ഇവിടെ വെച്ച്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വലിയ മീൻ കൊണ്ടുതന്ന്, ഒരു വലിയ കൂരിയായിരുന്നു കേട്ടോ. അത് ആ പയ്യൻ കൊണ്ടുതന്നാണ്. അങ്ങനെ 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ 3 മഞ്ഞക്കൂരീനും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചാരം നോക്കി നടന്നപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മൾ തീ കത്തിക്കാത്തതുകൊണ്ട് ഇവിടെ ചാരമില്ല. ചാരം ഉണ്ടെങ്കിലാണ് ഇതിനെ പിടിക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ വളവളന്നിരിക്കും, നമുക്ക് ഉരക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെത്തി പറഞ്ഞ് എന്നാൽ ഉപ്പിട്ടിട്ട് പിടിച്ചിട്ട് ഉരച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ ഉപ്പും വാരി പുറകുവശത്തുള്ള അലക്കല്ലിൻ്റെ അടുത്തേക്ക് നടന്ന് ഗൈസ്. ഉരച്ചൊരച്ച് എൻ്റെ നടു മുഴുവൻ പോയി. ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ഈ 3 മീൻ ക്ലീൻ ചെയ്തെടുത്തത്. ഇതിൻ്റെ മഞ്ഞപ്പ് പോകുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം ഉരച്ചിട്ടാണ് അതിൻ്റെ മേത്തുള്ളൊരു ഞോള പോലെ ഒരു വളവെളുപ്പ് ഉണ്ടാവില്ല, അത് പോയി കിട്ടിയത്. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും മെനക്കെട്ട് ഇത് വെളുപ്പിക്കാണ്ട് രക്ഷയില്ലല്ലാന്ന് വെച്ചിട്ട് നിന്നുരച്ച്. നടുവിനാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റൂല അങ്ങനെ കുനിഞ്ഞെന്ന് ഉരക്കാനായിട്ട്. എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ച് നിന്ന് ഉരച്ച് തീർത്തിട്ടാണ്. അങ്ങനെ അതൊക്കെ പൊടിമോൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനത് ഉരച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പോൾ പൊടി പറഞ്ഞു അധികം ഒന്നും ഇട്ട് ഉരക്കണ്ടുമ്പോൾ എത്രയൊക്കെ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വെള്ള കളറാവിടെ, എന്നാലാണ് അതിൻ്റെ അഴുക്കൊക്കെ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ നിന്ന് ഉരച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കണക്കിന് ഞാൻ 3 എണ്ണം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഒന്ന് വെളുപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനെയൊക്കെ ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ എൻ്റെ തലയുടെ ഭാഗത്തുനിന്ന് പോരണില്ല, കത്തി വെച്ച് വെട്ടിയിട്ട്. പിന്നെ ഞാനൊരു വാക്കത്തേക്ക് എടുത്തിട്ട് വന്ന് അതിൻ്റെ തലയൊക്കെ വെട്ടി പറിച്ചെടുത്ത് കഷ്ണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മീൻ മുറിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഒരു 3 കഷ്ണം പൊരിക്കാനും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. പൊടിമോൻ കറി വെച്ചതും മീൻ പൊരിച്ചതൊന്നും അങ്ങനെ കൂട്ടിയൊന്നുമില്ല. ഞാനും ഇക്കാക്കും പയ്യ മാത്രമേ ഇവിടെ കൂട്ടുള്ളൂ. അപ്പോൾ വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, കുരുമുളക്, ഉള്ളി ഇത്രയൊന്ന് ചട്ടിയിലിട്ട് വറക്കാൻ വേണ്ടി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ചൂടാകുമ്പോൾ നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കറണ്ട് പോകുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് തേങ്ങ ചിരണ്ടി വറുത്ത് അത് മാറ്റി വെച്ച് അത് അരച്ചും വെച്ച്, അല്ലെങ്കിൽ നമ്മൾ മീൻ മുറിച്ച് വരുമ്പോൾ ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല, അപ്പോൾ കറി വെക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമ്മുടെ തേങ്ങ നല്ലപോലെ വറുത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം മൂത്ത് വന്നപ്പോൾ പിന്നെ ചട്ടിയിലേക്ക് മീൻ പരക്കിയിട്ട് നമ്മുടെ കറിവേപ്പില, പച്ചമുളക്, കുടംപുളി ഇട്ടിട്ട് അരച്ച അരപ്പും പാകത്തിന് വെള്ളം, നമുക്ക് എത്ര വെള്ളം ആവശ്യമാണോ, എത്രയും ചാറ് ആവശ്യമാണോ അത്രയും ചാറിന് നമുക്ക് വെള്ളം ഒഴിക്കുക. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിക്കുക, വറ്റിക്കുക. വറ്റി കഴിയുമ്പോൾ കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും താളിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മഞ്ഞക്കൂരി വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിൽ ഐസ് ഇട്ട് പിന്നെ വേറെ അമോണിയ അത് ഇതൊക്കെ ഇട്ടിട്ടല്ലേ കിട്ടുന്നത്. ഇത് ഫ്രഷ് ആയിട്ട് നല്ല ടേസ്റ്റുള്ള കറിയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും.